ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലുള്ള അസ്ലം മാജിദ ദമ്പതികളുടെ മനോഹരമായി കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 10 സെൻറ്റ് പ്ലോട്ടിൽ 2800 സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ഏരിയ വരുന്നത്. 4 ബെഡ്റൂം ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ പേജ് അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി തുടർന്നുള്ള വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെയും പോർച്ചിൻ്റെയും ഡീറ്റെയിൽസ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പ് കുറച്ച് വീതി കൂടുതലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ മാർബിളാണ് നൽകിയിട്ടുള്ളത്. ഒരു 336x420 സൈസിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സീറ്റിംഗ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് കോൺക്രീറ്റിൽ ഫുൾ ബോഡി ടൈല് നൽകിയതാണ്. പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലെയിൻ സീലിംഗ് നൽകി അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബോർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വുഡൻ പാനലിംഗ് നൽകിയിട്ട് അതിൽ സിലിണ്ടർ ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല നീളത്തിൽ നൽകിയിട്ടുള്ള ഒരു പോർച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ഡോറ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലാവിലാണ് ഫ്രണ്ട് ഡോറ് വന്നിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതിലേക്കൊരു ആൻറ്റിക് ടച്ച് വരുന്ന രൂപത്തിലുള്ള ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വിൻഡോസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ വിൻഡോസൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് വരുന്നത്. 425x300 സൈസിൽ വരുന്ന ഒരു ഫോർമൽ ലിവിങ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നൽകിയിട്ടുള്ള സോഫ നൽകിയിട്ടുണ്ട്. ഒരു ടീപ്പോയി നല്ല ഭംഗിയിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ വുഡൻ ടീപ്പോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 300, അതായത് 10 അടി വീതിയിലാണ് നമ്മൾ ഫോർമൽ ലിവിങ് ഉള്ളത് എങ്കിലും ഒരു വിശാലത ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും വലുപ്പത്തിലുള്ള ലോങ് കർട്ടൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ ഒരു വുഡൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രലിൽ മാത്രം ആ ഒരു വുഡൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെയാണ് BLDC ഫാനും അതിൻ്റെ ലീഫൊക്കെ വന്നിട്ടുള്ളത്. 2 ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റാണ് ഇവിടെ സീലിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന വാളായതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു വാൾ മോഡൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കർട്ടനൊക്കെ റോമൻ കർട്ടനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നേരെ ആ ഒരു ഹാളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കയറി വരുന്ന ഈ ഒരു വാള് നല്ല ഭംഗിയിൽ തന്നെ ഒരു പാനലിങ് നൽകിയിട്ടുണ്ട്. ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കയറി വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിലാണ് ഒരു ഫാമിലി ലിവിങ്ങും അതേപോലെ തന്നെ ഡൈനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫാമിലി ലിവിങ്ങിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മിനിമലായിട്ട് വളരെ ഭംഗിയിലാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന ഗ്ലോസി ടൈപ്പ് മൈക്ക ലാമിനേഷൻ നൽകിയിട്ടുണ്ട്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബീഡിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വുഡ്, അതേപോലെ തന്നെ ഒരു ഇറ്റാലിയൻ ടച്ച് വരുന്ന രൂപത്തിലുള്ള ഒരു മൈക്ക ലാമിനേഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിൻ്റെ ബോട്ടം സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർവ്ഡ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. സാധാ രീതിയിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മളെ മേത്ത് തട്ടുന്നൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനൊന്നും ഹാൻഡിലോ കാര്യങ്ങളോ നോബോ ഒന്നും വന്നിട്ടില്ല. ഇവിടെ താഴത്തുനിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷ് മൈക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇതിനോട് ഈക്വലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തും സെയിം സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്റ്റോറേജ് ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെയാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനോട് മാച്ചാണ് രൂപത്തിൽ തന്നെയാണ് ഒരു ടീപ്പോയി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മെറ്റൽ സ്റ്റെയർ ആണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ ഇത് മെറ്റൽ സ്റ്റെയർ അല്ല, കോൺക്രീറ്റിൽ മഹാഗണി വുഡ് കൊണ്ട് പാനലിങ് നൽകിയതാണ്. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ മാത്രം മെറ്റൽ ഷീറ്റ് കൊണ്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പോളിഷ് റോഡ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും മഹാഗണിയിൽ പാനലിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വിശാലമാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡബിൾ ലൈറ്റിൽ നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ നേരെ താഴത്ത് ഒരു സ്റ്റോറേജ് ബോക്സ് നൽകിയിട്ടുണ്ട്. ഇതിലാണ് ഇവർ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഏകദേശം ഒരു 3500-4000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 2 ചെയർ നൽകിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇനി നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഒരു 425x360 ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. ഒരു 8 പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള
ഡൈനിങ് ടേബിളും ചെയറും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുഷൻ ടോപ്പായിട്ട് വരുന്ന ചെയർ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആയിട്ട് വരുന്ന ഡൈനിങ് ടേബിളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ലോങ് വിൻഡോ നൽകിയിട്ടുണ്ട്. ട്രാക്ക് കർട്ടൻ ആണ്, ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിലുള്ള ട്രാക്ക് കർട്ടൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പെൽമെറ്റ് ബോക്സ് നൽകിയിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നല്ല ലെങ്ത്ത് കൂടിയിട്ടുള്ള വിൻഡോ ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആണ് ഡൈനിങ് ഹാളിലും അതേപോലെ തന്നെ ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്തും വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ്, ഏതൊരു റൂം ആയിക്കോട്ടെ ഒന്ന് വിശാലത നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വീട് ചെയ്യുന്ന സമയത്ത് 3 ഭാഗത്താണ് ഡബിൾ ഹൈറ്റ് കൊടുക്കാറുള്ളത്. ഇതേപോലെ തന്നെ ആ സ്റ്റെയറിൻ്റെ ഭാഗത്ത്, ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത്, ലിവിങ്ങിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത് ഇവിടെ 2 ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ വാഷ് ബേസിൻ യൂണിറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ മിനിമലായിട്ട് സിമ്പിളായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ്. അത് 45-ൽ കട്ട് ചെയ്തിട്ടാണ് ഈ രൂപത്തിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് നല്ലൊരു തിക്നെസ്, ഈ ഒരു ടൈൽ തന്നെ നല്ല തിക്നെസ് ഉള്ള രൂപത്തിൽ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹാഷ് വുഡ് കളർ തീമാണ് ഇവിടെ കൗണ്ടറിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള സർക്കിൾ ടൈപ്പ് മിറർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴത്തുനിന്ന് ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 2 സിലിണ്ടർ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ പാനലിങ്ങും വന്നപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈനിങ് ഹാളിൽ ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് താഴത്തുള്ളത് 2 ബെഡ്റൂമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 425x400 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഉള്ള വാളിലേക്കാണ് ഇവിടുത്തെ ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡ് ഹാഷ് കളർ തീമിലാണ് ഹെഡ് ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂസ് നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് സൈഡ് ബോക്സ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ കട്ടിലിൻ്റെ അതേ ഹൈറ്റ് കീപ്പ് ചെയ്തിട്ടാണ് സൈഡ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂമിൽ ഹെഡ് ബോർഡ് വരുന്ന ഭാഗത്തേക്ക് വിൻഡോ വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. നമ്മളെ ഹെഡ് ബോർഡ് കഴിഞ്ഞിട്ടുള്ള ഹൈറ്റിൽ വിൻഡോ കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നാലും എന്താ പറയുക, ഈ ഒരു ഹെഡ് ബോർഡ് നമുക്ക് കട്ടാവാതെ നല്ല ഭംഗിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ പാനലിങ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പറാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോർമലായിട്ട് നമ്മൾ ബേ വിൻഡോ ചെയ്യാറുണ്ട്. ബേ വിൻഡോ പുറത്തേക്ക് അടിക്കാറാണുള്ളത്. പക്ഷേ ഈ ഒരു റൂം നല്ല സൗകര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഉള്ളിലാണ് ബേ വിൻഡോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഈ ഭാഗത്തേക്കായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫാമിലി ലിവിങ്ങിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു കോർണർ ഒരു കർവ്ഡ് ഷേപ്പിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് അവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബേ വിൻഡോ വരുന്ന ഈ ഒരു സീറ്റിംഗ് വരുന്ന ഭാഗത്തേക്ക് നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ള ഡ്രസ്സിങ് റൂമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സിങ് റൂമിൽ എങ്ങനെ വാർഡ്രോബ് കൊടുക്കേണ്ടി എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. കാരണം ഡ്രസ്സിങ് റൂം എന്ന് പറഞ്ഞാൽ ഒരു 4 അടിയൊക്കെയാണ് എല്ലാവരും കൊടുക്കാറുള്ളത്. അപ്പോൾ 4 അടിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ സ്ലൈഡിങ് ആയിട്ട് വരുന്ന ഡോറാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡോറിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ അപ്പർ സ്റ്റോറേജ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു വാർഡ്രോബ് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നൽകിയിട്ടുള്ള മിറർ യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് വരുന്ന രൂപത്തിലാണ് മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൂടി നൽകിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു ഏരിയ കാണാൻ. ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 250x150 സൈസിലാണ് ഇവിടുത്തെ ബാത്റൂം നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പരിചയപ്പെടുത്തുന്നത്. 390x330 സൈസ് വരുന്നത്. അപ്പോൾ ആദ്യം ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കാണിച്ച അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈന് ആ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് തിക്കായിട്ട് നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു വൈറ്റ് വുഡ് കളർ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ഭാഗത്തേക്കാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ
കോർണർ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആ ഒരു ഭാഗത്താണ് ഇവർ സ്പേസ് കണ്ടിട്ടുള്ളത്. വുഡ് അതേപോലെ തന്നെ വൈറ്റ് കളർ തീമിലാണ് വാർഡ്രോബ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ലൈഡിങ് ഡോർ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്പേസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള നല്ല ലാർജ് ആയിട്ട് വരുന്ന ഒരു മിറർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് താഴെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കണ്ട എവിടെയും ഇതേപോലെ കാല് വെച്ച് കുത്തുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാത്ത രൂപത്തിലാണ് ഇവിടുത്തെ ഡിസൈൻ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ സീലിംഗ് നൽകിയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊണ്ടാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ അയൺ ബോക്സ് അയൺ ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് എന്താണ് ഇവിടെ ഒരു 2 ക്ലിപ്പ് ഉണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്, ഓപ്പൺ സ്റ്റോറേജ്. ഇവിടേക്കാണ് ബാത്റൂമിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുള്ളത്. പലപ്പോഴും ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് പ്ലാൻ വരയ്ക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ആവശ്യപ്പെടാറുള്ളത് നല്ല വലിപ്പമുള്ള കിച്ചൺ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ആൾക്കാരും 2 കിച്ചൺ വേണമെന്ന് പറയലുണ്ട്, ചില ആൾക്കാർ ഒന്ന് തന്നെ വലിപ്പമുള്ളത് മതി എന്ന് പറയലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല വിശാലമായിട്ടുള്ള ഏകദേശം ഒരു 5.80 നീളം വരുന്ന ഒരു കിച്ചണാണ്. നല്ല വിശാലമായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. ആദ്യം തന്നെ നമ്മൾ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണുന്ന രൂപത്തിലാണ് കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഡോർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ആ ഒരു കിച്ചണിൽ സ്ത്രീകൾ ഇന്ന് വർക്ക് ചെയ്യണ സമയത്തും ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല. ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടൊക്കെ ഇതിൽ കൂടെ കാണാൻ പറ്റും. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 5.80 സൈസ് വരുന്ന ഒരു കിച്ചണാണ്. ഒരു 4 പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിളും ചെയറും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 9 അടി ഹൈറ്റിൽ തന്നെ ഇവിടുത്തെ ടൈല് നൽകിയിട്ടുണ്ട്. ടൈലിൽ ബ്ലാക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട്. ഒരു ടൈൽ അവസാനിക്കുന്ന ഭാഗത്ത് ത്രൂ ഔട്ടായിട്ട് ആ ഒരു പാനലിങ്ങും വന്നപ്പോൾ വേറൊരു ലുക്ക് തന്നെ ഉണ്ട്. പൊതുവെ ഈ ഒരു കിച്ചൺ ഈ ഒരു വീട് നല്ല ഹൈറ്റിൽ ലിൻഡൽ കഴിഞ്ഞിട്ട് സാധാരണ 4 വരിയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ ഒരു 5 വരി കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. സ്റ്റോർ റൂമിൻ്റെ മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ മുകളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇവിടെ ഒരു ടിൻറ്റഡ് ഗ്ലാസ് വരുന്ന രൂപത്തിലുള്ള ക്രോക്കറി ഷെൽഫ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഓവൻ വെക്കാനുള്ള ഒരു പോർഷൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ഷോ പീസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്റ്റോറേജ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ രൂപത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റ് കൂടി വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫ്രിഡ്ജിൻ്റെ മുകളിലും ഇതേപോലെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു ഏരിയ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹോബ് അതേപോലെ തന്നെ ചിമ്മിണി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ചിമ്മിണിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ചിമ്മിണി കൊടുത്തു കഴിഞ്ഞാലും മുകളിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡക്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പൈപ്പ് അവിടെ കാണാറുണ്ട്. അത് ഹൈഡ് ചെയ്തൊരു രീതി കണ്ട ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 90 സെൻറ്റിമീറ്റർ വീതിയിൽ തന്നെ അതേപോലെ കൊണ്ടുപോയിങ്ങാണ്ട് അവിടെ ഒരു കർവ്ഡ് ഷേപ്പിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ എന്താ ചെയ്യല്, ഈ പൈപ്പ് പോണത് എത്രയാണോ ആ പൈപ്പിൻ്റെ അതേ രൂപത്തിലാണ് മുകൾക്ക് പാനലിങ് ചെയ്ത് ബോക്സ് അടിച്ച് കൊണ്ടുപോകാറുള്ളത്. പക്ഷെ ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷ് ബേസിന് കണ്ടിട്ടുള്ള അതേ രൂപത്തിൽ തന്നെ ഫുൾ ബോഡി വൈറ്റ് കളറുള്ള ടൈല് നൽകി 45 ആയിട്ട് ഒട്ടിച്ചതാണ് ഇവിടെ കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴായിട്ട് കട്ട്ലറി യൂണിറ്റ് അതേപോലെ തന്നെ ടാൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് സിങ്ക് വന്നിട്ടുള്ളത്. സ്ത്രീകൾക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ് നല്ല കുയ്യുള്ള അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള സിങ്ക് വേണമെന്നുള്ളത്. അതേപോലെ 1 പീസായിട്ട് വരുന്നിട്ടുള്ള അതായത് ഒരു ബോളായിട്ട് വരുന്ന സിങ്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫിൽട്ടർ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ മുകളിലത്തെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർണറിലായിട്ട് ഇതേപോലെ ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിന് പ്രൊഫൈൽ ലൈറ്റ് കൂടി വന്നപ്പോൾ വേറൊരു ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്.
നല്ല ഭംഗിയിൽ തന്നെ നല്ല അടക്കും ചിട്ടയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതും അത് കീപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറത്തെ ഡീറ്റെയിൽസ് ആണ് കാണാറുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇവർ നൽകിയിട്ടുള്ളത് 2 ബെഡ്റൂം ഉണ്ട്. രണ്ടും ഫർണിഷിങ്ങും കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 2 സീൻ ബിലോ എന്ന് പറഞ്ഞിട്ട് 2 ഏരിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് മെയിനായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും കൂടി പറയാന്നുള്ളത്, നമ്മളിൽ പല ആൾക്കാർക്കും കോൺക്രീറ്റ് സ്റ്റെയർ ചെയ്തത് കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന പല ആൾക്കാരുണ്ടാവും. കാരണം കാണാൻ ഭംഗി എപ്പോഴും മെറ്റൽ സ്റ്റെയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇനി അതിൽ നിന്ന് എങ്ങനെ ഒരു മാറ്റം നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരാൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പറഞ്ഞാൽ ഇതൊരു മെറ്റൽ സ്റ്റെയർ ആണെന്ന് തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇതിൻ്റെ താഴത്ത് പോയി നോക്കുമ്പോഴാണ് ഇതൊരു കോൺക്രീറ്റ് സ്റ്റെയർ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഫുള്ളായിട്ട് മഹാഗണിയിലാണ് അവർ പാനലിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്, രണ്ടാമത്തെ ലാൻഡിങ്. ഇപ്പോൾ ഇവിടെയും കൂടുതൽ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 3 വിൻഡോസ്, അതായത് 3 കളിൻ്റെ വിൻഡോസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പർ ലിവിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു സീൻ ബിലോ, അതായത് നമ്മൾ ഫാമിലി ലിവിങ്ങിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സീൻ ബിലോൻ്റെ ഏരിയ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കണ്ട നല്ല ഭംഗിയിൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴത്ത് ആ ഒരു ലിവിങ്ങിൽ നിന്ന് നേരെ കയറി വരുന്ന ആ ഒരു പാസേജ് ഉണ്ട്. ആ ഒരു പാസേജിൻ്റെ ഏരിയയിലാണ് ഇവർ അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സോഫ ഒക്കെ ഇട്ടിരിക്കാൻ പറ്റിയ രൂപത്തിലാണ് അപ്പർ ലിവിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ അവർക്ക് അങ്ങനെ ആക്കി മാറ്റാം. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ബെഡ്റൂം, പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ് അത് ഇട്ടിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കിഡ്സ് ബെഡ്റൂം, താഴത്തൊരു വേറൊരു രണ്ടാമത്തെ ബെഡ്റൂം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ഇവിടെ മറ്റൊരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, അവിടെ ഫർണിഷിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് കാണിച്ചു തരുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡൈനിങ് ഏരിയൻ്റെ ഭാഗമാണ് കാണുന്നത്. നോക്കാം, നല്ലൊരു വ്യൂ ഉണ്ട് അല്ലേ. ഇനി അവിടെ കൊടുത്തുള്ള ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ താഴത്തുനിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ആ ഒരു ഭംഗി കിട്ടൂല. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്താ നല്ലൊരു ഭംഗിയിൽ തന്നെയുള്ള ഒരു ബൗൾ ആകൃതിയിൽ വരുന്ന രൂപത്തിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്, അതേപോലെ തന്നെ കോവ് ലൈറ്റ്, പാനൽ ലൈറ്റ്, എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് ലൈറ്റ് രൂപത്തിൽ എല്ലാ ഭാഗത്തേക്കും വരുന്ന രൂപത്തിലുള്ള ലൈറ്റ് വാളിലും നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിൽ വളരെ ഭംഗിയിൽ മിനിമലായിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഇവർ നൽകിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് വീടിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്കിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ഇൻറ്റീരിയർ ആണ്. വളരെ മിനിമലായിട്ടാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി വീടാണ്. ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള വീടുകളുടെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും